ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മഹാരാഷ്ട്രയിലെ വാർധയിലുള്ള സേവാഗ്രാം ആശ്രമം സന്ദർശിക്കും. വാർധയിലെ മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ ഹിന്ദി സർവകലാശാലയുടെ 6ാമത് ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുക്കും. മഹാത്മാഗാന്ധി 1936 മുതൽ 1948 വരെ സേവാഗ്രാം ആശ്രമത്തിൽ താമസിച്ചാണ് സ്വാതന്ത്ര്യസമരകാലത്തെ തന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിച്ചത്. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം ഭേദഗതികളോടെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. ഇതിനായി സർക്കാർ 3 ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കും. ഭരണഘടന 131 ഭേദഗതി ബിൽ 2026, കേന്ദ്രഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ 2026, ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്നിവയാണ് അവതരിപ്പിക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് പശ്ചിമബംഗാളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ സേലം ജില്ലയിലാണ് പ്രചാരണം നടത്തിയത്. 2027 സെൻസസിന്റെ ആദ്യഘട്ട ഫീൽഡ് പ്രവർത്തനങ്ങൾ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആരംഭിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിലും ദേശീയ തലസ്ഥാനത്തെ NDMC, ഡൽഹി കന്റോൺമെന്റ് ബോർഡ് പ്രദേശങ്ങളിലും വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും ഇന്ന് ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യ ഓസ്ട്രിയ ഉഭയകക്ഷി സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കറും ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സന്ദർശനം ഇന്ത്യ ഓസ്ട്രിയ ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ദീർഘിപ്പിക്കില്ലെന്ന് അമേരിക്ക. മുൻ ഇളവുകളുടെ അടിസ്ഥാനത്തിൽ മാർച്ച് 11 മുമ്പ് തന്നെ എണ്ണ ഇറക്കുമതി നടത്തിയതായും ഈ ഇളവുകൾ കാലഹരണപ്പെട്ടതായും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇസ്രായേലിനും US-നും ഒറ്റ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സംഘർഷം എങ്ങനെ അവസാനിക്കും എന്നത് അനിർവചനീയമാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ എല്ലായ്പ്പോഴും തയ്യാറാണെന്നും നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ചും അത് ആഗോള ഊർജ്ജ വിപണിയെയും വിതരണ ശൃംഖലയെയും എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അതേസമയം മേഖലയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഹുമായി സംസാരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ മാസം 30 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക സർവീസുകൾ നടത്തും. മസ്കറ്റ്, ഷാർജ, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴി ഓൺലൈനായോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ഇന്നു പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 8 തീർത്ഥാടകർ കൊല്ലപ്പെട്ടു. ചിലകലാഡോണ ഗ്രാമത്തിന് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ 5 പേർ ട്രെയിൻ തട്ടി മരിച്ചു. കർച്ചാന പ്രദേശത്തെ പച്ച് ദിയോറ ഹാൾട്ടിലായിരുന്നു അപകടം. ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.